അടുത്ത പോത്തുള്ള നട്ട് പൊടിയെന്നല്ലാണ്ട് ഒരു കാര്യമില്ല. ചായ ഞാൻ ഇപ്പൊ കൊണ്ടുവരത് തിന്നല്ല, ഞാൻ ഉണ്ടാക്കാണ്. ഞാനല്ല പറഞ്ഞോട് ഉണ്ടാക്കി കൊണ്ടുവരാനാ പറഞ്ഞേ. ചിലക്കാണ്ട് എടുത്താൽ അമ്മാത്തിലേക്ക് കൊണ്ടുകൊടുക്കാൻ പെട്ടെന്ന് കൊണ്ടുകൊടുക്കട്ടെ. വണ്ടി ഒന്ന് കിട്ടുവോ? ആരെ കൊണ്ടുവരുന്ന മനുഷ്യന് സമാധാനം തൊഴിലുണ്ട് ഈ കുടുംബത്ത്. ഞാൻ നല്ലപോലെ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചാൽ അതിനും തൊഴിലില്ല. ഓ, ആ കയ്യൂമിനും പെണ്ണിനും കണ്ടില്ലേ, എന്തൊരു സ്നേഹമാണ് അതിൻ്റെ ഉള്ളിൽ. ഇപ്പൊ തന്നെ ആ പട്ടാമ്പിക്ക് പോയത്, അങ്ങോട്ടും കൂടെ പോണൊരു പോക്ക് കാണണം. ഓ, ഇവിടെ ഒരു കൊരങ്ങൻ. ഓ, എന്നാ പഴംപൊരി ബ്രെഡ് പൊരിച്ചത് എല്ലാം ഉണ്ട്, തിന്നോ. വേറെ നിറയെ തിന്ന്. എന്നെ കൊണ്ട് തന്നെ പണിയെടുപ്പിച്ചിട്ട് ഇവിടെ അങ്ങനെ തിന്നിട്ടിരിക്കലാണല്ലോ പണി. എന്ത് ഞാൻ ചലച്ചാല് എന്താ ഞാൻ ചലച്ചാല് നിങ്ങളുടെ ഫോണിലെ സ്റ്റാറ്റസ് ഞാൻ കണ്ട ഒപ്പത്തൊട്ട് തുടങ്ങിയ പ്രാന്താക്കും. ഇന്നെ കൊണ്ട് കൂടുതൽ പറയിക്കണ്ട നമ്മള്. ഫോണിലെ ചാറ്റ് ഹിസ്റ്ററിയാ എന്നോട് ആരും എന്റെ ഫോൺ എടുത്ത് നോക്കാൻ പറഞ്ഞു. പിന്നെ ആരും നിങ്ങളുടെ ഫോൺ എടുത്ത് നോക്കും, ഞാനല്ലാണ്ട് ആരും നോക്കണ്ട. എന്നോടും ഇയ്യും നോക്കേണ്ട കാര്യമില്ല. വേണ്ട വേണ്ട, ഞങ്ങൾ അങ്ങനെ ഉയർത്താ. നിന്റെ ഫോൺ എടുത്ത് നോക്കാം, ഞാൻ എന്റെ ഫോൺ എടുത്ത് നോക്കലുണ്ടാ? എന്തുണ്ടായിട്ട് എന്റെ ഫോണില് ഒന്നും ഉണ്ടാവില്ല. അതിന് എടുത്തു നോക്കിയാലല്ലേ അറിയുള്ളൂ എടുത്ത് നോക്കിട്ട് നിങ്ങൾ ഇവിടെ പെരുന്നാൾ നടത്തും. ചായന്റെ മനസ്സിൽ ചായ ഉണ്ടാക്കാൻ നാളെ മര്യാദക്ക് തിന്നിട്ട് ഇതിന്റെ സ്വഭാവം മാറും. ആജുവിന്റെയും കയ്യുമിന്റെ കാര്യം കണ്ടങ്ങള്. ഓ, എന്തൊക്കെ സാധനങ്ങൾ അയാൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന നിങ്ങൾക്ക് അറിയോ? ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ 10-13 കൊല്ലം. എന്റെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകുന്നത് ടാങ്കിന് പൊടിയോ? ഞാൻ കൊടുന്ന സാധനങ്ങളൊക്കെ അനക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അനുസരിച്ച് സ്ഥലം കെട്ടിട്ടുണ്ട്, അവിടെ കൊണ്ടിട്ടാ. ഗൾഫിന്ന് സാധനം കൊണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് കണ്ണുകടി? പിന്നെ കണ്ണുകടി നിങ്ങൾക്ക് പോയിക്കോട്ടെ ഗൾഫിക്ക്. 24 മണിക്കൂർ ഈ പെണ്ണുങ്ങളെ ചാറ്റ് നോക്കിട്ട് ഇങ്ങനെ കുത്തിരിക്കാൻ. ഞാൻ ഗൾഫിൽ പോയിട്ട് വേണം അനക്ക് എന്റെ ജലരഹസ്യക്കാരായിട്ടുള്ള ചാറ്റിങ്ങും പ്രേമവും പ്രണയവും ഒക്കെ ആയിട്ട് നടക്കാൻ. ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്റെ ഒരു കണ്ണ് എല്ലായിടത്തും എത്തും. ഓ, പിന്നെ നിങ്ങൾക്ക് തള്ള പറയലും കണ്ണാ പോയി പണിയേക്കുന്നു. അല്ലെങ്കിൽ ഇന്നെ ഗൾഫ് പറഞ്ഞേക്കേണ്ട ഒരു കാര്യമില്ല, നമുക്ക് ഒരു കുറവില്ല. പിന്നെ ഈ ഒരു പേരന്റ് കേട്ടിട്ട് എല്ലാം ആയി. നിങ്ങളെ കളിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ആ സെക്യൂരിറ്റിയിലുള്ള കളിയും ചിരിയും കുഴകലും ഇതൊന്നും നല്ലീനല്ലേട്ടാ. ഒരു സൗഹൃദം എന്നുള്ളതല്ലാണ്ട് അതില് വേറെ ഒന്നുമില്ല. അവളെ കേട്ടോ എന്നാണ് അവങ്ങളുടെ തലക്കെട്ടും തരിക, അന്ന് ആ സൗഹൃദത്തിന്റെ തല ഞാൻ കളിച്ചു പൊളിക്കും ഞാൻ. പിന്നെ ഒരാണിനെ ഒരു പെണ്ണിനായിട്ട് സൗഹൃദം വെച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പാടില്ല. അന്റെ പോലെയല്ല, അന്റെ ഇൻസ്റ്റാഗ്രാം രാത്രിയിൽ ഓണാക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ വീഡിയോ കോൾ വരൂലേ? ഇൻസ്റ്റാഗ്രാം ആവുമ്പോ അങ്ങനെ വരും. കാട്ടിട്ട് കാര്യമില്ല. അങ്ങനെ തന്നെ കാട്ടും. നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടില്ലല്ലോ. നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടുവോ? പിന്നെ 10 സെന്റില് ഞാൻ കൂട്ടി വെച്ചിക്കാ. കൊണ്ട് കൂട്ടിയാ കൂടണൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുട്ടി ഉണ്ടായില്ലേ? അതെ അത്ര പറ്റുള്ളൂ. എന്തോ ഒരു ഭാഗ്യത്തിലുണ്ടായതാ. അതുകൊണ്ടാവില്ലായിരുന്നു. ആണക്ക് ഇപ്പോഴും എന്റെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തെ ജ്വല്ലറിയിലത്തെ ചക്കല്ലേ മോനോടാണ് അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കും ഉണ്ടായിരുന്നല്ലേ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉള്ളൂ നിങ്ങൾ ഇപ്പോഴും പ്രേമിച്ചോണ്ടിരിക്കുള്ളൂ. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിലെ മെസ്സഞ്ചർ, IMO. നിങ്ങൾക്ക് ആരാ IMO? ഏത് വാപ്പം കയ്യമ്മ വിളിക്കാളത്? എന്റെ പഴയ ഗൾഫിലെ ഫ്രണ്ട്സ് അല്ലാണ്ട് ആര് വിളിക്കാനാ? എന്നിട്ടൊരു പെണ്ണിന്റെ പേരാണല്ലോ കാണാറ്. ഞാനേ നിങ്ങൾ കിടന്നുറങ്ങുമ്പോ നിങ്ങളുടെ കൈ വെച്ചിട്ട് ഉണക്കി നോക്കാറുണ്ട്. നിങ്ങൾ എന്റെ അടുത്ത് കടമെടുത്ത് വരാൻ നിൽക്കണ്ട. എന്നാണ് അവ കുട്ടിമാരുടെ കയറ്റി കയറി വരിക ആൾക്കാര്. നോക്കിയാ മതി എന്റെ പൊന്നുമട്ട. എന്റെ മകനക്ക് എന്തെങ്കിലും പേരുദോഷം ഉണ്ടാക്കിയാല് നിങ്ങളെ കൊന്നിട്ട് കളയും ഞാൻ. പിന്നെ എന്റെ പേര് നിങ്ങളുടെ പേരാണല്ലോ. ഞങ്ങള് പൊന്നാനിക്കാരെ ആദ്യം ചായ കൊടുത്ത് വാങ്ങി തന്നോ? പൊന്നാനിക്കാരെ എനിക്ക് പൊന്നാനിക്കാരെ പഠിപ്പിക്കണ്ട. ആരാണത്? പോയോട്ടാ പോട്ടെ, ഞാൻ കാണിച്ചോ.
എന്താണെന്ന് എന്താണ് ഈ വഴിക്ക് അയൽവാസികൾ ഇവിടെ കുറച്ചല്ലേ ഉള്ളൂ ലീവൊക്കെ ആയിട്ട്. എന്താണ് പിന്നെ എന്തെങ്ങനെ പോണ്? ചായ ആ അതെ അതെ, കഴിക്ക് പോണ എന്നാ. ഓൾക്ക് പഴംപൊരി കൊടുക്കും. ലീവോളെ കഴിക്ക്. എന്തായി മിക്സി ഒക്കെ പോയിട്ട് മാറ്റി മേടിച്ചോ? വേറെന്തേലും എടുത്താ? ചായ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര മടി. ചായ വേണ്ട, ഹോർലിക്സ് വേണ്ട, ഞങ്ങൾക്ക് കൊടുന്നേരില്ലേ? നിങ്ങളില്ലേ മതിക്കല്ലേ? ചായ ഉണ്ടാക്കാൻ പറഞ്ഞ് ഉണ്ടാക്കണ്ട. ഇവിടെ അങ്ങനെയൊക്കെ ഓരോ വിഷയങ്ങളുണ്ട്. ഓള് ഭർത്താവ് ചില നേരത്ത് കേട്ടിട്ടുണ്ടെങ്കിലേ ഒന്ന് പോക്ക അവിടുന്ന്. ചുമ്മാ ഒരാദ്യമായിട്ട് വരുമ്പോ വർത്താനം പറയാൻ കയ്യൊക്കെ പറഞ്ഞു ഓടിക്കും. എന്റെ പൊന്ന് കഴിയുമേ, ഇവൾക്ക് അനങ്ങി തന്നെ സംശയമാണ്. എന്തിന്? ഒന്നും പറയണ്ട. ഞാൻ ഫോണിൽ ചാറ്റ് ചെയ്താലും ഫോൺ എടുത്താല് അപ്പൊ ഞാൻ ഏതോ പെണ്ണുങ്ങൾക്ക് വിളിക്കുകയാണ്, ഏതോ പെണ്ണുങ്ങളെ സംശയം മാത്രമൊന്നല്ല, നിങ്ങൾ വിളിക്കണൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കുട്ടിക്കാലം മുതൽ എന്നെ അറിയണത്. ഇപ്പൊ എന്റെ ഫോണിന്റെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഞാൻ വാട്സപ്പ് തുറന്നു നോക്കി, അതിന്റെ ഉള്ളിൽ കാണണം. ആണക്ക് സുഖല്ലേടാ, ഞാൻ അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടുണ്ടാ? നോക്ക്, മാത്രല്ലാന്ന് എന്റെ ഫോൺ ഞാൻ ഉറങ്ങിക്കെടുക്കുമ്പോ എന്റെ വിരല് വെച്ചിട്ട് തുറന്നിട്ട് അത് നോക്കുക. പരിപാടിയല്ലേ. ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറെ നേരമായി പറയുന്നു, കേൾക്കണം. നിങ്ങൾ എന്തിനാണ് പറയുമ്പോ നോക്ക്, അപ്പോൾ നാണക്കടാണ്. എന്തൊക്കെ ഒന്ന് ഓള് എന്നെ പറഞ്ഞു വിടരുന്നിട്ട് ഇപ്പൊ വെച്ചിട്ടാ ഞാൻ ഇന്ന് ഈ നിമിഷം വരെ അങ്ങോട്ട് മാറിയിരിക്കുക എന്നുള്ളത് ഓളോട് പറഞ്ഞിട്ടില്ല. മുഖം കറുത്തൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഏത് നേരത്തും ഏതൊക്കെയോ നമ്മളെ അപ്പുറത്തെ വീട്ടിലെ സക്കീനല്ലേ, ഓൾക്ക് ഞാൻ മെസ്സേജ് അയക്കുകയാണ്. എന്താ ഞാൻ അതിനൊക്കെ ഒരു കയ്യൊക്കെ അറിയാഞ്ഞിട്ടാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. കുട്ടികളുടെ മക്കളെ ഞങ്ങള് പുറത്തു പോയിക്കോളി, രണ്ടാളും പോയിക്കോളി. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ ഓരോരുത്തരുടെ വിധി ഓരോന്നിനെ കിട്ടും. എന്നെക്കും പറയാ എന്റെ വിധി. എന്റെ മോൻ കുട്ടി പറയാൻ പറ്റും. എന്തൊക്കെ വീഡിയോ കോള് പെണ്ണുങ്ങളായിട്ട് ചെയ്യാം, ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ചെയ്യുക, വോയിസ് രാത്രി ഇത് കേൾക്കാം, വീഡിയോ കോള് ചെയ്യാം. അല്ലാതെ നമ്മള് മോശമായിട്ടൊരു പെണ്ണുങ്ങളായിട്ട് ചാറ്റ് ചെയ്യണില്ല. അതെ, സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട്. ആ സ്കൂൾ ഗ്രൂപ്പിൽ എന്ന് ഒഴിവാക്കണം അന്ന് നിങ്ങൾ ഇതൊക്കെ ഉണ്ട്, സ്കൂൾ ഗ്രൂപ്പും ഇതൊക്കെ ഉണ്ട്. അതിലോള് പൊരിഞ്ഞ ചാറ്റാ. ഞാൻ വരുമ്പോഴത്തേനും ക്ലിയർ ചാറ്റ് അടിച്ചിടും, നമുക്ക് ഇത് കാണാൻ പറ്റില്ലല്ലോ. അതെ 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 അതെ, പറഞ്ഞാ മനസ്സിലാവില്ല. എന്നിട്ട് എന്റെ തലയിലേക്ക് ഇങ്ങനെ കേറുക. നമ്മളീ കച്ചവടം കഴിഞ്ഞ എപ്പോഴെങ്കിലും ഇപ്പൊ ഇന്നൊരു സൺഡേ ആയിട്ട് ഇവിടെ വെറുതെ കുത്തിരിക്കുകയാണ്. അപ്പൊ ഒരു സ്വൈരം എന്ന് പറയണത് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറവും. പിന്നെ പൈസക്കും ചെലവല്ലേ. പൈസ എടുത്തച്ചാളി എന്താ കയ്യും നിങ്ങളെ അഭിപ്രായം? പൈസ എടുത്തേക്കാളതാ കോടിക്കണക്കിന് പറഞ്ഞ ബാങ്കിൽ നേരത്തെ സ്കൂളിൽ നിന്ന് പോയി പിന്നെ നേരത്തെ സ്കൂളിൽ പോയി സത്യായിട്ട് 2-3 വട്ടം കക്കൂസ് ചെയ്തിരുന്നു. സത്യായിട്ട് വെറുതെ ഇല്ലാത്ത പറയാനേ കാര്യായിട്ട് ഞാൻ അതുകൊണ്ട് നേരത്തെ വൈകിയത്. പിന്നെ നമ്മുടെ ലവിന്റെ കാര്യം അറിഞ്ഞോ? ഏയ് എന്താണ് എന്റെ മനത്തുള്ള ഇങ്ങനെ? അത് എന്നും അങ്ങനെ തന്നെയാണ്. എന്റെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ്. നമ്മള് കല്യാണം കഴിഞ്ഞ ഇങ്ങനെ തന്നെ ആവോ? ഡീലാക്കിയാ മതി, ഒരു കുഴപ്പമില്ല. ഞാൻ ഡീലാക്കണ സമയത്ത് എന്തറിയാന്ന് എന്റെ അമ്മയുടെ തൊള്ളോക്ക് എന്റെ ഉമ്മാക്കെന്താ എന്റെ ഉമ്മാനെ കാട്ടി അടിപൊളിയല്ലേ എന്റെ ഉമ്മ. വീട്ടിക്കൊന്ന് ആരും അറിയാണ്ട് എന്റെ വീട്ടിക്കൊന്ന് പോയി ചെന്നോക്കി. അപ്പൊ എന്റെ വീട്ടിൽ ചെന്ന് നോക്ക്. എന്റെ ഉമ്മ എന്റെ ഉപ്പാക്ക് വിളിക്കാത്ത തെറികളില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആണ്. ഞാൻ അവിടെ മൊബൈൽ അടിച്ചിരിക്കേ എന്നും. ഞങ്ങൾ പിന്നെ അങ്ങനൊന്നുമില്ല, ഞങ്ങള് വെറുതെ തല്ലോട്ടുള്ളൂ. വെറുതെ തല്ലോട്ടില്ലേ? ഇന്നലെയും കൂടി തല്ലോടിട്ടോ. ഇന്നും കൂടി തല്ലോടിക്കൊണ്ടിരിക്കുക ഞങ്ങളവിടെ പറഞ്ഞിട്ട് ഇമ്മ അങ്ങോട്ട് കഴിക്കണം മനുഷ്യാന്ന് പറഞ്ഞിട്ട്. ഞാൻ ഉണ്ടല്ലോ. എന്താണ് നിങ്ങളെ ഉമ്മ ഇങ്ങനൊക്കെ? നമ്മളെ കാര്യം ഇങ്ങനെ തന്നെ ആവോ? മിക്കവാറും ആകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ചെയ്ത കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി നമ്മളെ ജീവിതല്ലേ അസ്മ. കറക്റ്റ് ആയിട്ട് അറിയാഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്, സംശയിക്കുന്നതൊക്കെ തന്നെ ഉള്ളൂ. സമാധാനമില്ല. കോടിക്കണക്കിന് ഉറുപ്പ് ബാങ്കിൽ കിടക്കുന്നുണ്ട്. ഒരു ഉറുപ്പിയുടെ ഒരു മുട്ടായി മേടിച്ച ആർഭാടായി. ഓൾക്കിപ്പോ കയ്യിലുള്ള പൈസ മൊത്തം അങ്ങോട്ട് നാനാധീനാക്കി വിട്ടിട്ട് ഞാൻ ഒരു ഭിക്ഷക്കാരനായി മാറണം. പിച്ചച്ചട്ടി ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് പുറത്തു പോയിച്ചിട്ട് അങ്ങനെ ഒന്നും ആവൂല. പറഞ്ഞാ മനസ്സിലാവില്ല. ഞാൻ ഇറങ്ങുകയാണ്. ഞാൻ കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ഞാൻ ഇറങ്ങുകയാണ്.
ആയിക്കോട്ടെ. ട്ടാ. ഇടക്കൊക്കെ ഇങ്ങോട്ട് കേറി വരണം കേട്ടാ. ആയിക്കോട്ടെ. ജയ്ഷന്റെ പിന്നാലെ നീ അറിഞ്ഞല്ലോ. സത്യമായിട്ട് ഞാൻ നടക്കാറില്ല. ഞാൻ കണ്ടില്ല, എന്റെ ഫ്രണ്ട്സ് കണ്ടല്ലോ. എന്റെ ഉമ്മ വരും. പിന്നെ എന്റെ ഉമ്മയല്ലേ വാപ്പയെ നടക്കൂ. ആ ഞാൻ അതിന്റെ പിന്നാലെ നടക്കാറില്ല. സത്യമായിട്ടും അതിന്റെ ബെഞ്ചിന്റെ തൊട്ടപ്പുറത്തേക്കുള്ള തന്നെ സത്യമായിട്ടും തന്നെ. ഞാൻ ഇപ്പൊ വിളിച്ചോക്കൂ. അതിന് നിനക്ക് നമ്പർ ഉണ്ടോ? എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് നമ്പർ ഇല്ലേ? ഇജ്ജ് എന്തിനാ ആളെ പിന്നാലെ നടക്കണേ? ഞാൻ പിന്നാലെ നടന്നിട്ടില്ല. സത്യമായിട്ട് ഞാൻ പിന്നാലെ നടന്നിട്ടില്ല. വെറുതെ ഞാൻ കണ്ടില്ലേ, എന്റെ ഫ്രണ്ട്സ് കണ്ടിട്ടുണ്ടല്ലോ. ഫ്രണ്ട്സിന്റെ കണ്ണിന് വല്ല പ്രശ്നം ഉണ്ടാവും. സത്യമായിട്ട് ഞാൻ ഒപ്പം പോലും നടന്നിട്ടില്ല. സത്യമായിട്ടും അത് നിർത്തിക്കോട്ടാ. അതാണ് എനിക്ക് നല്ലത്. നിനക്കില്ല കാര്യത്തില്. എന്താണ് ഇങ്ങനൊക്കെ പറയണേ? കൽബല്ലേ? കൽബല്ല. ഇജ്ജ് ഐശ്വര്യ കൂടെ നടക്കണ നിർത്തിക്കോ. അതാണല്ലേ സത്യമായിട്ടും റബ്ബാണ് സത്യം. ഞാൻ എന്നാ എനക്ക് അല്ലെങ്കിൽ ഇജ്ജ് പ്രേമരോഗി ഇല്ലേ? അല്ലാണ്ട് എന്ത് കൽബല് ഞാൻ അങ്ങനെ ചെയ്യാ. ഇജ്ജ് ചെയ്യൂ. അതിനപ്പുറം ചെയ്യൂ. ഞാൻ സത്യമായിട്ടും അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ചെയ്യണ്ട. എന്ത് ചെയ്യണ്ടാന്നാ? അന്റെ അല്ലേ അതിന്റെ ഗുണം ഉറപ്പിച്ച് ഞങ്ങള് കേട്ടു മക്കളെ നിങ്ങള് പറയണതൊക്കെ. എന്താ പരിപാടി? ആയിക്കോട്ടെ നടക്കട്ടെ. ഇതാണ് പരിശുദ്ധ പ്രണയം. മനസ്സിലായില്ലേ? പോരെ കുട്ടീന്റെ പോരി. ശരിതാ നിങ്ങള് വിടല്ലേ? ഇങ്ങോട്ട് പോട്ടെ. ആയിക്കോട്ടെ ഇറങ്ങാനെ. കൊള്ളത്തിയേ. അത് ഇൻഷാല്ലാ. നീ പോയിട്ട് വിളിക്കട്ടാ. ഇൻഷാല്ലാ. എന്ത് കഴിഞ്ഞില്ലേന്ന്? ടാറ്റ കൊടുക്കുക. നോക്കൂ, ടാറ്റ കൊടുക്ക.